Hi children, ഇന്ന് നമ്മൾ സോങ് ഓഫ് ദ റെയിൻ എന്ന കവിതയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം തേർഡ് യൂണിറ്റിലെ കെയർ ഫോർ ദ മോറോ എന്ന് പറയുന്ന ആ യൂണിറ്റിലെ ഒരു പോയമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. സോങ് ഓഫ് ദ റെയിൻ എഴുതിയത് ലെബനീസ് അമേരിക്കൻ കവിയായ ഖാലിൽ ഗിബ്രാൻ ആണ്. അദ്ദേഹം കവി മാത്രമല്ല, എഴുത്തുകാരനും തത്വചിന്തകനും ഒക്കെ ആയിരുന്നു, കവിയുമൊക്കെ ആയിരുന്നു. അപ്പൊ ഖാലിൽ ഗിബ്രാൻ എന്ന് പറയുന്ന ആള് ലെബനനിൽ ആണ് ജനിച്ചത്. പക്ഷെ അദ്ദേഹം വളർന്നതും പൗരത്വം നേടിയതും ഒക്കെ അമേരിക്കയിലാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വളരെ മനോഹരമായ ഒരു കവിതയാണ് സോങ് ഓഫ് ദ റെയിൻ. അപ്പൊ നമുക്കൊക്കെ അറിയാം, ഭൂമിയിലെ ഒരുപാട് ഭൂവിഭവങ്ങളുണ്ടല്ലേ. കടല്, കായല്, അതുപോലെ തന്നെ തടാകങ്ങള്, പിന്നെ കാട്, ഒരുപാട് പ്രകൃതി രമണീയമായ ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് മനുഷ്യൻ നിരന്തരം ചൂഷണം ചെയ്യുകയും കാടൊക്കെ വെട്ടി നശിപ്പിച്ച് വ്യവസായവൽക്കരണത്തിനും പുതിയ കെട്ടിടങ്ങളും വീടും ഒക്കെ വെക്കാനായിട്ട് മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഫലമായിട്ട് ആഗോളതാപനം, അതുപോലെ തന്നെ വരൾച്ച, അന്തരീക്ഷ മലിനീകരണം ഇവയൊക്കെ ഉണ്ടാകാറുണ്ട്. പ്രകൃതി സംരക്ഷണം ഇല്ലാതാകുമ്പോൾ വരൾച്ച, ആഗോളതാപനം, അതുപോലെ തന്നെ വായു മലിനീകരണം, മലിനീകരണം ഇവയൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം ഈ ഭൂമിയിൽ മനോഹരമായ ഒരുപാട് ഭൂവിഭവങ്ങളുണ്ട്. ജലം, വായു, അതുപോലെയുള്ള ഒരുപാട് നല്ല ഭൂവിഭവങ്ങളുണ്ട്. മാത്രവുമല്ല, ഭൂമിയുടെ മനോഹാരിത ഐശ്വര്യകരമായ രീതിയിലും വളരെ മനസ്സ് കവരുന്ന രീതിയിലും അതിനെ മനോഹാരിത ഉള്ളതാക്കി തീർക്കുന്നത് എന്തൊക്കെയാണ്? പലതരത്തിലുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങൾ. 4 ഋതുക്കളുണ്ടല്ലേ. വസന്തം, ഗ്രീഷ്മം, ഹേമന്തം, വേനൽക്കാലം, ഇങ്ങനെ 4 ഋതുക്കളുണ്ട്. അപ്പം ആ ഋതുക്കള്, അതുപോലെ തന്നെ കാറ്റ്, ഇതൊക്കെയാണ് പ്രകൃതിയെ മനോഹരമാക്കുന്നത്. കാറ്റ്, അതുപോലെ മഴ, 4 ഋതുക്കള്, ഇതെല്ലാമാണ് പ്രകൃതിയെ ഐശ്വര്യകരമാം വിധം മനോഹാരിത ഉള്ളതാക്കുന്നത്. നമ്മുടെ ഈ ഭൂമി എന്ന് പറയുന്ന ഗൃഹത്തിനെ മനോഹാരിത ഉള്ളതാക്കി തീർക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പ്രകൃതിയുടെ ഒരു വരദാനമായ മഴയെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇത് മഴയുടെ ഒരു ആത്മകഥ എന്ന് വേണമെങ്കിൽ പറയാം. മഴ ഇന്നതൊക്കെയാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഒരു കവിതയാണ് ഇത്. ഒരു രൂപകാത്മക കവിതയാണ്. മഴ ഒരു ജീവനുള്ള ആളിനെ പോലെയാണ്, അതിന് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്ന് വാദിക്കുന്ന രീതിയിൽ ഒരു രൂപകാത്മക കവിതയായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇത് മഴയുടെ ഒരു ആത്മകഥ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ആത്മഗാനം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. സോങ് ഓഫ് ദ റെയിൻ. അപ്പം ഖാലിൽ ഗിബ്രാൻ വളരെ മനോഹരമായി ഈ മഴയുടെ ആ മനോഹാരിതയെക്കുറിച്ച് ഈ കവിതയിലൂടെ നമുക്ക് കാട്ടിത്തരികയാണ്. ഇത് മഴ തന്നെ മഴയുടെ കഥ പറയുന്നതായിട്ടാണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് കവിതയിലോട്ട് കടക്കാം. സോങ് ഓഫ് ദ റെയിൻ, മഴയുടെ എന്താണ് ഗാനം. അപ്പം മഴ എന്താണ് അവകാശപ്പെടുന്നത്? ഞാൻ, അയാം എന്ന് തുടങ്ങുന്ന വരികളെല്ലാം മെറ്റഫറാണ്. ഞാൻ ഇന്നതാകുന്നു എന്ന് പറയുന്ന വരികളെല്ലാം, അയാം വെച്ച് തുടങ്ങുന്ന എല്ലാ വരികളും മെറ്റഫറാണ്. ഞാൻ ഇന്നതാണ്, ഞാൻ തുള്ളികളാൽ അലങ്കരിച്ച വെള്ളി നൂലാണെന്നാണ് മഴ പറയുന്നത്. ഡോട്ടഡ് സിൽവർ ത്രെഡ്സ് ഡ്രോപ്ഡ് ഫ്രം ഹെവൻ. ഐ ആം ഡോട്ടഡ് സിൽവർ ത്രെഡ്സ് ഡ്രോപ്ഡ് ഫ്രം ഹെവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വർഗത്തിൽ നിന്നും എന്നെ താഴോട്ട് അയച്ചിരിക്കുകയാണ്. ആര്? ഈശ്വരൻ അല്ലേ. ഞാൻ തുള്ളികളാൽ അലങ്കരിക്കപ്പെട്ട വെള്ളി നൂലാണെന്നാണ് മഴ അവകാശപ്പെടുന്നത്. ഈശ്വരൻ എന്നെ സ്വർഗത്തിൽ നിന്നും
താഴോട്ട് അയച്ചിരിക്കുകയാണ്. എന്തിനാണ്? ടു അഡോൺ ഹർ വാലീസ് ആൻഡ് ഫീൽഡ്സ്. ആ ഭൂമിയുടെ എന്നിട്ട് എന്ത് ചെയ്യും? ഈ ദൈവം ഈ മഴയെ സ്വർഗത്തിൽ നിന്നും താഴോട്ട് അയച്ചിരിക്കുകയാണ്. അപ്പോഴെന്താണ് സംഭവിക്കുന്നത്? ഈ പ്രകൃതി എന്നെ എടുത്തുകൊണ്ട് പോകും. എന്തിന്? വാലീസ്, താഴ്വാരങ്ങളും അതുപോലെ തന്നെ പൂന്തോട്ടങ്ങളും ഒക്കെ അലങ്കരിക്കാനായിട്ട് പൂന്തോട്ടങ്ങളും അതുപോലെ തന്നെ താഴ്വാരങ്ങളും പാടങ്ങളും ഒക്കെ അലങ്കരിക്കാനായിട്ട് പ്രകൃതി എന്നെ കൂട്ടിക്കൊണ്ട് പോകും എന്നാണ് ആദ്യത്തെ സ്റ്റാൻസയിൽ പറയുന്നത്. അപ്പം ഒന്നുകൂടി പറയാം. ഞാൻ നൂലുകളാൽ പെയ്യുന്ന വെള്ളി നൂലുകളാണ്. നൂലുകളാൽ ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് പെയ്യുന്ന ഒരു പ്രതിഭാസമാണ്. തുള്ളികളാൽ അലങ്കരിക്കപ്പെട്ട വെള്ളി നൂലുകളാണ് എന്നാണ് പറയുന്നത്. തുള്ളികളാൽ അലങ്കരിക്കപ്പെട്ട വെള്ളി നൂലാണ് എന്നെ ദൈവം സ്വർഗത്തിൽ നിന്നാണ് താഴോട്ട് അയച്ചിരിക്കുന്നത്. എന്തിനാണ്? എന്നിട്ട് പ്രകൃതി എന്നെ എങ്ങോട്ട് കൊണ്ടുപോകും? അഡോൺ എന്ന് പറഞ്ഞാൽ ഡെക്കറേറ്റ്, അലങ്കരിക്കാനായിട്ട്. താഴ്വാരങ്ങളും പാടങ്ങളും ഒക്കെ അലങ്കരിക്കാനായിട്ട് മഴയെ ഈ പ്രകൃതി കൂട്ടിക്കൊണ്ട് പോകും എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ് പറയുന്നത്? ഇഷ്ടാർ ദേവത, അതായത് ബാബിലോണിയൻ അഷൂറിയൻ ദേവതയാണ്. സ്നേഹത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും സമൃദ്ധിയുടെയും ദേവതയാണ്. ബാബിലോണിയൻ ദേവതയാണ് ആ ഇഷ്ടാർ എന്ന് പറയുന്നത്. ഇഷ്ടാർ ദേവതയുടെ കിരീടത്തിലെ എന്താണ്? ബ്യൂട്ടിഫുൾ പേൾസ്, വളരെ മനോഹരമായി ഇരിക്കുന്ന മുത്തുകളാണ് മഴ എന്നാണ് മഴ അവകാശപ്പെടുന്നത്. ഇഷ്ടാർ ദേവതയുടെ കിരീടത്തിലിരിക്കുന്ന മനോഹരമായ മുത്തുകളാണ് ഞാൻ എന്നാണ് മഴ അവകാശപ്പെടുന്നത്. ആ ഇഷ്ടാർ ദേവതയുടെ കിരീടത്തിലിരിക്കുന്ന മനോഹരമായ ആ മുത്തുകളെ ആര് പറിച്ചെടുക്കുന്നു? പുലരി. പ്രഭാതപുത്രി എന്നിവിടെ പറയുന്നത് പുലരിയാണ്. സൂര്യന്റെ രശ്മികളെയാണ് പ്രഭാതപുത്രി എന്ന് പറയുന്നത്. അപ്പം പ്രഭാതപുത്രിയായ പുലരി ഇഷ്ടാർ ദേവതയുടെ കിരീടത്തിലിരിക്കുന്ന മനോഹരമായ മുത്തുകളായ മഴത്തുള്ളികളെ പറിച്ചെടുക്കുന്നു. എന്തിനാണ്? അവരുടെ പൂന്തോട്ടങ്ങൾ അലങ്കരിക്കാനായിട്ട്. പൂന്തോട്ടങ്ങളും താഴ്വാരങ്ങളും ഒക്കെ അലങ്കരിക്കാനായിട്ട് ഈ ഇഷ്ടാർ ദേവതയുടെ കിരീടത്തിൽ നിന്നും പറിച്ചെടുത്ത മനോഹരമായ മുത്തുകളാണ് ഞാൻ എന്നാണ് മഴ അവകാശപ്പെടുന്നത്. അപ്പൊ ഈ മഴയെ പ്രഭാതത്തിന്റെ മകളായ പൊൻപുലരി പറിച്ചെടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? പൂന്തോട്ടങ്ങളും താഴ്വാരങ്ങളും ഒക്കെ അലങ്കരിക്കാനായിട്ട് ഈ പ്രഭാതത്തിന്റെ മകളായ പൊൻപുലരി ഇഷ്ടാർ ദേവതയുടെ കിരീടത്തിൽ നിന്നും പറിച്ചെടുത്ത മനോഹരമായ മുത്തുകളാണ് മഴ എന്നാണ് മഴ അവകാശപ്പെടുന്നത്. ഇനി ഞാൻ കരയുമ്പോൾ കുന്നുകൾ ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ ശക്തിയായിട്ട് പെയ്യുമ്പോൾ അതാണ് മഴയുടെ കരച്ചിൽ എന്ന് പറയുന്നത്. അപ്പം മഴ ശക്തിയായിട്ട് പെയ്യുമ്പോൾ കുന്നുകൾ ചിരിക്കുന്നു. കുന്നുകൾ എന്തിനാണ് ചിരിക്കുന്നത്? മഴ പെയ്യുമ്പോൾ എല്ലായിടത്തും പച്ചപ്പ് വരും, വരൾച്ചയൊക്കെ മാറും, കുന്നുകൾ ചിരിക്കും. അപ്പം മഴ വരുമ്പോഴത്തേക്കും അതിനോടൊപ്പം തന്നെ ശക്തമായ മഴയുടെ ശബ്ദം ഈ കുന്നിൻ പ്രദേശത്ത് പ്രതിധ്വനി സൃഷ്ടിക്കും. ആ പ്രതിധ്വനി കേട്ട് കഴിഞ്ഞാൽ കുന്നുകൾ ചിരിക്കുകയാണെന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പം ഞാൻ when I cry hills laugh. ഈ മഴ ശക്തിയായിട്ട്
പെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? മഴ ശക്തിയായിട്ട് പെയ്യുമ്പോൾ കുന്നുകൾ ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ചിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അത് എന്താണ്, നമുക്ക് അതിൻ്റെ ആ ഒരു പ്രതിധ്വനി കേൾക്കാൻ പറ്റും അല്ലേ? പിന്നെ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? ഈ മഴ പിന്നെ വണങ്ങുമ്പോൾ, മഴ വണങ്ങുമ്പോൾ എല്ലാ ജീവജാലങ്ങൾക്കും സന്തോഷമാണ്. മഴ വിനീതമാകുമ്പോൾ എല്ലാ പൂക്കളും സന്തോഷം കൊണ്ട് നിറയുന്നു. അപ്പം മഴയുടെ 3 വ്യത്യസ്ത ഭാഗങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. മഴ ശക്തിയായിട്ട് പെയ്യുമ്പോൾ മഴ കരയുകയാണ്. അപ്പം കുന്നുകൾ ചിരിക്കുന്നു. പച്ചപ്പ് എല്ലായിടത്തും പരക്കുന്നല്ലോ എന്നോർക്കുമ്പോൾ കുന്നുകൾ ചിരിക്കുന്നു. മഴയുടെ ആ ശബ്ദം കുന്നുകളിലൂടെ പ്രതിധ്വനിയായിട്ട് കേൾക്കുമ്പോൾ അത് സന്തോഷമായിട്ട് കുന്നുകൾ ചിരിക്കുന്നതായിട്ട് തോന്നും. പിന്നെ ചാറ്റൽ മഴ പെയ്യുമ്പോൾ പ്രകൃതിയുടെ എല്ലാ ജീവജാലങ്ങൾക്കും വളരെ ഇഷ്ടമാണ്. വെൻ ഐ ബോ എന്ന് പറഞ്ഞാൽ ചാറ്റൽ മഴയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ചാറ്റൽ മഴ പെയ്യുമ്പോൾ എല്ലാ ജീവജാലങ്ങൾക്കും ഇലൈറ്റഡ് എന്ന് പറഞ്ഞാൽ സന്തോഷം തോന്നുന്നു. പിന്നെ ഞാൻ കുറച്ചുകൂടി ഹംബിൾ എന്ന് പറഞ്ഞാൽ വിനയപ്പെടുമ്പോൾ, കുറച്ചുകൂടി ലൈറ്റായിട്ട് മഴ പെയ്യുന്നതിനാണ് ഹംബിൾ എന്ന് പറയുന്നത്. അപ്പം ചാറ്റൽ മഴ പെയ്യുന്നതിനാണ് ബോ എന്ന് പറയുന്നത്. ഞാൻ ചാറ്റൽ മഴയായിട്ട് പെയ്യുമ്പോൾ എല്ലാ ജീവജാലങ്ങളും സന്തോഷിക്കുന്നു. ഞാൻ ഹംബിൾ മൈസെൽഫ്, ഞാൻ കുറച്ചുകൂടി വിനയപ്പെടുമ്പോൾ എല്ലാ പൂക്കളും സന്തോഷിക്കുന്നു. കാരണം എല്ലാ പൂക്കൾക്കും പിന്നെ കായ്കനികൾ ഉണ്ടാവാനും പൂക്കാനും ഒക്കെ മഴ സഹായിക്കുന്നു. അതുപോലെ തന്നെ പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾ പിന്നെ ഈ ഇഷ്ടാറിൻ്റെ കിരീടത്തിൽ നിന്നും മഴത്തുള്ളി എടുത്തോണ്ട് പോയി പൂന്തോട്ടങ്ങൾ അലങ്കരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, ഈ പൂക്കൾ ഇങ്ങനെ രാവിലത്തെ ആ മഴ പെയ്ത് തോർന്നു നിൽക്കുമ്പോൾ ഇങ്ങനെ പൂക്കളിൽ വെള്ളത്തുള്ളികൾ ഇങ്ങനെ ഇട്ടിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല മനോഹാരിതയാണല്ലേ. അപ്പം അതാണ് അവിടെ ആ വരിയിൽ അർത്ഥമാക്കുന്നത്. ഇപ്പം സൂര്യൻ്റെ കിരണമേറ്റ് എല്ലാ പുഷ്പങ്ങളിലും വെള്ളത്തുള്ളികൾ, മഴത്തുള്ളികൾ ഇങ്ങനെ ഇട്ടിട്ട് നിൽക്കുന്ന ആ ദൃശ്യം കാണാൻ വളരെ മനോഹാരിതയായിരിക്കും. അതുപോലെ തന്നെ ചാറ്റൽ മഴ പെയ്യുമ്പോൾ എല്ലാ ജീവജാലങ്ങൾക്കും സന്തോഷമാണ്. മഴ കുറച്ചുകൂടി കുമ്പിടുമ്പോൾ എല്ലാ പൂക്കളും സന്തോഷിക്കുന്നു. കാരണം അതിന് കായ്കനികൾ ഉണ്ടാവാനും ഫലഭൂഷ്ഠത നേടാനും ഒക്കെ ഈ മഴ സഹായിക്കുന്നു. പിന്നെ ഈ പാടവും അതുപോലെ തന്നെ കാർമേഘവും കമിതാക്കളാണ്. അവരുടെ ഇടയിൽ നിൽക്കുന്ന ഒരു സന്ദേശവാഹകനാണ് മഴ. ഈ സന്ദേശവാഹകനായ മഴ രണ്ട് കാര്യങ്ങളാണ് കമിതാക്കൾ എന്ന് പറയുന്നത്. ഒന്ന് കാർമേഘവും ഒന്ന് പാടവും. അപ്പം ഞാൻ ഒന്നിൻ്റെ ദാഹം മാറ്റിക്കൊടുക്കുന്നു, ഒന്നിൻ്റെ അസുഖം മാറ്റിക്കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. എയിൽമെന്റ് എന്ന് പറഞ്ഞാൽ അസുഖം. അതെന്താണെന്ന് നോക്കാം. അപ്പം കമിതാക്കളായ പാടത്തിൻ്റെയും അതുപോലെ തന്നെ മേഘത്തിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സന്ദേശവാഹകനാണ് മഴ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ആ സന്ദേശവാഹകൻ പാടത്തിൻ്റെ ക്വഞ്ച് ദ തേഴ്സ്റ്റ്, പാടത്തിൻ്റെ ദാഹം മാറ്റിക്കൊടുക്കുന്നു. വരൾച്ച അനുഭവിച്ച് നിൽക്കുന്ന ആ പാടത്തിന് മഴ പെയ്യുമ്പോൾ ഒരു ദാഹം ശമനം കിട്ടുന്നു. അതുപോലെ തന്നെ കാർമേഘത്തിൽ ഇങ്ങനെ വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ്, നീരാവി കെട്ടി നിൽക്കുകയാണ്. അപ്പം ആ നീരാവി മഴയായിട്ട് താഴോട്ട് പെയ്തിറങ്ങുമ്പോൾ ആ കാർമേഘത്തിനൊരു ആശ്വാസം കിട്ടുന്നു. അങ്ങനെയാണ് ഈ മഴ പാടത്തിൻ്റെ ദാഹം ശമിപ്പിച്ചു കൊടുക്കുകയും കാർമേഘത്തിൻ്റെ അസുഖം മാറ്റിക്കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പം ദാഹിച്ച് വലഞ്ഞു നിൽക്കുന്ന പാടത്തിന് മഴ പെയ്യുമ്പോൾ ദാഹം ശമിപ്പിക്കാൻ കഴിയും. അതുപോലെ തന്നെ
തൻ്റെ നെഞ്ചിനുള്ളിൽ കെട്ടിക്കിടക്കുന്ന നീരാവി പെയ്തിറങ്ങുമ്പോൾ കാർമേഘത്തിനും ഒരു സുഖം കിട്ടുന്നു. കാർമേഘത്തിൻ്റെ ആ വീർപ്പ് മുട്ടൽ മാറുന്നു. അപ്പം ഈ കമിതാക്കളായ കാർമേഘത്തിൻ്റെയും പാടത്തിൻ്റെയും നടുക്ക് നിൽക്കുന്ന സന്ദേശവാഹകനാണ് ആര്? മഴ. അത് കഴിഞ്ഞിട്ട് പറയുന്നത് ഒരു ഇടി മുഴക്കത്തോടെയാണ് മഴയുടെ വരവ് അറിയിക്കുന്നത്. മഴ പോകുന്നു എന്ന് അറിയിക്കുന്നതോ ആകാശത്ത് എന്ത് കാണും? മഴവില്ല് പ്രത്യക്ഷപ്പെടും. അങ്ങനെയാണ് മഴയുടെ പോക്കും വരവും നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ മഴ എന്താണ് പറയുന്നത്? ഞാനും ഭൂമിയിലെ ജീവിതം പോലെ നശ്വരമാണ്. നശ്വരമെന്ന് പറഞ്ഞാൽ നശിക്കുന്ന. ഐ ആം ലൈക്ക് എർത്തലി ലൈഫ് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നമ്മൾ ജനിക്കുമ്പോൾ മരിക്കുകയാണ് ചെയ്യും. ജനനം ഉണ്ടെങ്കിൽ മരിക്കും. അപ്പം ജനിക്കുന്ന സമയം മുതൽ പിന്നെ നമ്മളുടെ ഓരോ വളർച്ചയും അത് അടുത്തൊരു ഘട്ടം. ജനിക്കുന്ന ഒരു ഘട്ടം, അത് കഴിഞ്ഞ് നമ്മുടെ വളർച്ചയുടെ രണ്ടാം ഘട്ടം, അവസാന ഘട്ടത്താണ് മരണം. അപ്പം ഭൂമിയിലെ ജനനവും മരണവും പോലെയാണ് എൻ്റെയും ഉത്ഭവം എന്നാണ് മഴ പറയുന്നത്. ഞാൻ മഴ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നെന്നും നിലനിൽക്കില്ല. അത് കുറച്ച് കഴിയുമ്പോൾ അത് മരിക്കും. മഴയ്ക്ക് ശാശ്വതമായ ഒരു നിലനിൽപ്പില്ല. അത് നശ്വരമാണ്. ഭൂമിയിലെ ജീവിതം പോലെ നശ്വരമാണ് മഴയുടെയും ജീവിതം എന്നാണ് മഴ പറയുന്നത്. പിന്നെ ഭ്രാന്തമായ ശക്തമായ ഭൂമിയിലെ ലോഹങ്ങൾ, എലമെന്റ്സ് എന്ന് പറഞ്ഞ മൂലകങ്ങൾ, ഭ്രാന്തമായ ശക്തമായ ലോഹങ്ങളിൽ നിന്നാണ് എൻ്റെ ജനനം. അതുപോലെ തന്നെ ഞാൻ എവിടെയാണ് മരിക്കുന്നത്? പിന്നെ ചിറക് വിരിച്ചു നിൽക്കുന്ന മരണത്തിൻ്റെ അടുത്തേക്കാണ് എൻ്റെ അവസാനം എന്നാണ് മഴ പറയുന്നത്. ചിറക് വിരിച്ച് ആര് നിൽക്കുന്നു? മരണം നിൽക്കുന്നു. അതിലാണ് എൻ്റെ അവസാനം എന്നാണ് മഴ പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. ശക്തമായ പ്രാന്തൻ മൂലകങ്ങളിൽ നിന്നാണ് എൻ്റെ ജനനം. അപ്പം ആ ഭ്രാന്തമായ മൂലകങ്ങൾക്ക് സർവനാശം വിതയ്ക്കാനുള്ള കഴിവ് ഉണ്ട്. അതാണ് ഭ്രാന്തമായ ശക്തമായ മൂലകങ്ങളെന്ന് പറയുന്നത്. ആ മൂലകങ്ങളിൽ നിന്നാണ് ഈ മഴ ഉത്ഭവിക്കുന്നത്. പഞ്ചഭൂതങ്ങളെയാണ് ഇവിടെ പറയുന്നത്. അതായത് ഭൂമി, അതുപോലെ വായു, അഗ്നി, ജലം, ആകാശം. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ഇതാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ 5 പഞ്ചഭൂതങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് എൻ്റെ നിലനിൽപ്പ്, എൻ്റെ ജനനം. ഈ ഭ്രാന്തമായ ശക്തമായ മൂലകങ്ങളിൽ തുടങ്ങുന്നു. അതുപോലെ തന്നെ ചിറക് വിരിച്ചു നിൽക്കുന്ന മരണത്തിൻ്റെ അടുത്തേക്കാണ് ഞാൻ അവസാനിക്കുന്നത്. ചിറക് വിരിച്ചു നിൽക്കുന്ന മരണം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് മേഘമാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഈ ജലം, അതായത് കടല്, നദി, തടാകം ഇവയിലൊക്കെ കിടക്കുന്ന വെള്ളം സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ അതിങ്ങനെ നീരാവിയായിട്ട് മുകളിലോട്ട് പൊങ്ങും. അതാണ് പറയുന്നത്. സൂര്യന്റെ പ്രകാശം അടിച്ച് ഈ വെള്ളം, തടാകത്തിലും നദിയിലും ഒക്കെ ഉള്ള വെള്ളം നീരാവിയായിട്ട് മുകളിലോട്ട് പൊങ്ങി അന്തരീക്ഷ വായുവിലോട്ട് പോയി അത് കാർമേഘമായിട്ട് രൂപം കൊള്ളും. ഒരുപാട് വെള്ളത്തുള്ളികൾ ഇങ്ങനെ ഫോം ചെയ്തിട്ട് രൂപപ്പെട്ടിട്ട് അത് കാർമേഘമായിട്ട് മാറുന്നു. കാർമേഘം ആണ് പിന്നീട് ഈ വെള്ളത്തുള്ളികൾ നിറയുമ്പോൾ അത് പിന്നീട് അതിന് സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ മഴയായിട്ട് പെയ്ത് ഇറങ്ങുന്നത്. അപ്പോൾ ഈ ഭ്രാന്തമായ മൂലകങ്ങളിൽ നിന്ന് തന്നെയാണ് ഞാൻ ജനിക്കുന്നത്. അത് തന്നെയാണ് വീണ്ടും ഞാൻ മുകളിൽ ആകാശത്ത് പോയി അത് മഴയായിട്ട് പെയ്ത് എന്താണോ എന്നെ സൃഷ്ടിച്ചത് അതിനെ ഞാൻ നശിപ്പിക്കുന്നു. മനസ്സിലായോ?
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പം നമ്മൾ ഈ ഭൂമിയിലെ ഈ വെള്ളം സൂര്യൻ്റെ പ്രകാശമേറ്റ് നീരാവിയായിട്ട് മുകളിലോട്ട് പോകും. മുകളിലോട്ട് പോയി അത് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കും. ഒരുപാട് ഈർപ്പമാകുമ്പോഴേക്കും അത് കാർമേഘമായിട്ട് മാറും. കാർമേഘമായിട്ട് മാറുമ്പോഴാണ് മഴ മരിക്കുന്നത്. കാർമേഘം പിന്നെ എന്തായിട്ട് മാറും? മഴയുടെ അവസാനം കാർമേഘത്തിലാണ്. കാർമേഘം അവസാനം ഈ നീരാവി താങ്ങാനാവാതെ താഴോട്ട് മഴയായിട്ട് പെയ്യും. അപ്പൊ അത് വീണ്ടും താഴോട്ട് മഴയായിട്ട് പെയ്ത് അവിടെ അവസാനിക്കുന്നു. വീണ്ടും ഈ വെള്ളം, കുറച്ച് വെള്ളം അണ്ടർഗ്രൗണ്ടിലോട്ട് പോവും, കുറച്ച് വീണ്ടും മുകളിലോട്ട് സൂര്യപ്രകാശം വീണ്ടും ബാഷ്പീകരണം നടക്കുകയും വീണ്ടും അത് അന്തരീക്ഷത്തിൽ തങ്ങി നിന്ന് മഴയായിട്ട് പെയ്യുകയും ചെയ്യും. അപ്പൊ ഈ ഒരു സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഭ്രാന്തൻ മൂലകങ്ങളിൽ നിന്നാണ്, സർവനാശം വിതയ്ക്കാൻ കഴിവുള്ള ഭ്രാന്തമായ മൂലകങ്ങളിൽ നിന്നാണ് എൻ്റെ ജനനം. ഞാൻ അത് ജീവിതത്തിൻ്റെ നമ്മുടെ ഒരു ഘട്ടം ഘട്ടമായ വളർച്ചയുണ്ടല്ലോ, അത് തന്നെയാണ് ഈ ജലകണങ്ങൾ അന്തരീക്ഷത്തിൽ പോയി നീരാവിയായി മാറുകയും ആ നീരാവി പിന്നീട് ക്ലൗഡ്സ്, കാർമേഘമായി മാറുന്നതെല്ലാം നമ്മുടെ ലൈഫിലെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളാണ്. അവസാനം ഈ നീരാവി എല്ലാം കൂടി കാർമേഘമായി മാറുന്നതോടുകൂടി ആ മഴ എന്നുള്ള പ്രതിഭാസം അവിടെ മരിക്കുകയാണ്. മരിച്ചതിന് ശേഷം അത് കാർമേഘത്തിൽ നിന്ന് വീണ്ടും പൊട്ടി താഴോട്ട് വീഴുകയാണ്. അപ്പൊ ഇത് വീണ്ടും നീരാവിയായി മുകളിലോട്ട് പോകും. അപ്പൊ ഈ പ്രതിഭാസം തുടർന്നുകൊണ്ടേ ഇരിക്കും. ഇത്രയാണ് നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ എടുത്തത്. അപ്പൊ ഇതിൽ പ്രത്യേകിച്ച് റൈമിങ് വേർഡ്സ് ഇല്ല, റൈം സ്കീമും ഇല്ല. പിന്നെ ഇതിലുള്ളത് സിമിലി ഉണ്ട്. ഐ ആം ലൈക്ക് എർത്തലി ലൈഫ്, ഞാൻ ഭൂമിയിലെ ജീവിതം പോലെ നശ്വരമാണ്. അവിടെ ഭൂമിയുടെ ജീവിതം പോലെ എന്ന് പറഞ്ഞ് ലൈക്ക് വരുന്നത് കൊണ്ട് അവിടെ ഐ ആം ലൈക്ക് എർത്തലി ലൈഫ്, അത് സിമിലിയാണ്. പിന്നെ മെറ്റഫർ, എല്ലാ വരിയിലും ഐ ആം എന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ വരികളും മെറ്റഫറാണ്. ഞാൻ ഇന്നതാകുന്നു. ഐ ആം ഡോട്ടഡ് സിൽവർ ത്രെഡ്സ്, ഐ ആം മെസ്സഞ്ചർ ഓഫ് മേഴ്സി, ഐ ആം ബ്യൂട്ടിഫുൾ പേൾസ്. ഈ ഐ ആം വെച്ച് തുടങ്ങുന്ന എല്ലാം, ഞാൻ തുള്ളികളാൽ അലങ്കരിക്കപ്പെട്ട വെള്ളി നൂലാണ്, ഞാൻ മനോഹരമായ മുത്താണ്, ഞാൻ കരുണയുടെ ദയാവാഹകനാണ്, ഞാൻ ഇന്നതൊക്കെയാണ്. ഐ ആം എന്ന് പറയുന്ന എല്ലാ വരികളും മെറ്റഫറാണ്, രൂപകമാണ്. പിന്നെ അതിലുള്ളത് വിഷ്വൽ ഇമേജസ്, എല്ലാം വിഷ്വൽ ഇമേജസ് ആണ്. ഫീൽഡ്സ്, വാലീസ്, ഫ്ലവേഴ്സ്, പിന്നെ തണ്ടർ, പിന്നെ റെയിൻ, ഇതെല്ലാം എന്താണ് വിഷ്വൽ ഇമേജസ് ആണ്. ഓഡിറ്ററി ഇമേജ്, കാതുകൊണ്ട് കേൾക്കാൻ പറ്റുന്നത് ഹിൽസ് ലാഫ്, വെൻ ഐ ക്രൈ, മഴ കരയുന്നു, മഴ പെയ്യുന്ന ശബ്ദം, കുന്നുകൾ ചിരിക്കുന്ന ശബ്ദം, അതുപോലെ തണ്ടർ, ഇടിവെട്ടുന്ന ശബ്ദം, ഇതെല്ലാം ഓഡിറ്ററി ഇമേജസിലാണ് വരുന്നത്. ഓഡിറ്ററി ഇമേജസിൽ വരുന്നത് തണ്ടർ, ഹിൽസ് ലാഫ്, ഐ ക്രൈ, റെയിൻ ക്രൈ, ഇതെല്ലാം ഓഡിറ്ററി ഇമേജസ് ആണ്. പിന്നെ ഇത് ആലിട്രേഷൻ വരുന്നുണ്ട്. മെസ്സഞ്ചർ ഓഫ് മേഴ്സി, എം അടുത്തടുത്ത് വരുന്നുണ്ട്. ഡോട്ടർ ഓഫ് ഡോൺ, ഡി അടുത്തടുത്ത് വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് ആലിട്രേഷന് ഉദാഹരണം. മെസ്സഞ്ചർ ഓഫ് മേഴ്സി, ഡോട്ടർ ഓഫ് ഡോൺ, പേൾസ് പ്ലക്ഡ്, അവിടെ പി അടുത്തടുത്ത് വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ആലിട്രേഷന് ഉദാഹരണങ്ങളാണ്. പിന്നെ പേഴ്സോണിഫിക്കേഷൻ, പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനില്ലാത്ത കാര്യങ്ങൾക്ക് ജീവൻ ഉള്ളതുപോലെ ചെയ്യാൻ പറ്റും, ജീവനുള്ള ആളുകളെ പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഡോട്ടർ ഓഫ് ഡോൺ, പ്രഭാതത്തിന്റെ മകൾ. പ്രഭാതത്തിന് പിന്നെ ഒരു ഹ്യൂമൻ ക്വാളിറ്റി കൊടുത്തിരിക്കുകയാണ്. പ്രഭാതത്തിന്റെ മകൾ എന്ന് പറയുന്നത് പുലരിയാണ്, സൂര്യപ്രകാശമാണ്. അപ്പൊ അവിടെ ഒരു ഹ്യൂമൻ ക്വാളിറ്റി
മകൾ മകൻ എന്നൊക്കെ പറയുമ്പം മനുഷ്യൻ സഹജമായ ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ മെസ്സഞ്ചർ ഓഫ് മേഴ്സി എന്താണ്? ദയയുടെ സന്ദേശവാഹകൻ ആണ്. അപ്പൊ സന്ദേശവാഹകനൊക്കെ ആകാൻ മനുഷ്യരെ കൊണ്ടേ പറ്റൂ. അപ്പൊ നോൺ ലിവിങ് തിങ് ആയ റെയിനിന് ഇത് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ അവിടെ പേഴ്സോണിഫിക്കേഷൻ ആണ്. പിന്നെ വെൻ ഐ ക്രൈ ഹിൽസ് ലവ്, ഞാൻ കരയുമ്പോൾ കുന്നുകൾ ചിരിക്കുന്നു. വെൻ ഐ ഹംബിൾ, പിന്നെ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ കുമ്പിടുമ്പോൾ, ഞാൻ വിനയപ്പെടുമ്പോൾ. വെൻ ഐ ബോ, ഈ പിന്നെ ആളുകൾക്കാണ് കുമ്പിടാനും വണങ്ങാനും ഒക്കെ പറ്റുന്നത്. അപ്പൊ ആ കുമ്പിടാനും വണങ്ങാനും ഒക്കെ പറ്റുന്നത് ആളുകൾക്കാണ്. അപ്പൊ ആളുകൾക്ക് പറ്റുന്ന കാര്യങ്ങൾ നോൺ ലിവിങ് തിങ് ആയ റെയിനിന് പറ്റുമെന്ന് പറയുമ്പോഴാണ് അവിടെ പേഴ്സോണിഫിക്കേഷൻ വരുന്നത്. പേഴ്സോണിഫിക്കേഷൻ വരുന്നത് വെൻ ഐ ഹംബിൾ, വെൻ ഐ ബൗ, വെൻ ഐ ക്രൈ, ഇങ്ങനെയുള്ള വരികളുണ്ട്. പിന്നെ എന്താണ്? മെസ്സഞ്ചർ ഓഫ് മേഴ്സി വരാം, കരുണയുടെ സന്ദേശവാഹകനാണ് ഞാൻ എന്നൊക്കെ പറയില്ലേ. അപ്പം അവിടെ മഴ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണോ ചെയ്യുന്നത് അതെല്ലാം മനുഷ്യസഹജമായ കാര്യങ്ങളാണ്. അപ്പൊ മനുഷ്യസഹജമായ കാര്യങ്ങൾ മഴയ്ക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന വരികളെല്ലാം എന്തോന്നാണ്? പേഴ്സോണിഫിക്കേഷനാണ്. അയാം, ഞാൻ ഇന്നതാണ്, ഞാൻ ഇന്നതാണ് എന്നൊക്കെ പറയുന്ന വരികളെല്ലാം മെറ്റഫറാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ എടുത്ത ഭാഗത്ത് നിന്നുള്ള വരികളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു.